Hello everyone, welcome back to our 31-day English fluency course. If you have been following this course regularly, a special congratulations to you. Today is day 19 and we are going to do something very exciting. Today is all about English speaking practice for students. Remember, English fluency doesn't come from studying grammar alone. It comes from speaking English every day. So get ready to speak with me. Don't just watch this video. Speak aloud. Make mistakes. Learn from them. And improve your confidence. So let's begin. Many students say, I know English but I can't speak. I understand English but words don't come out. പല കുട്ടികളുടെയും ഒരു ചോദ്യമാണ്, എനിക്ക് ഇംഗ്ലീഷ് അറിയാം പക്ഷേ എനിക്ക് സംസാരിക്കാൻ പറ്റണില്ല. എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലാവും പക്ഷേ എനിക്ക് എന്താണ് പറയാൻ സാധിക്കുന്നില്ല. ചിലർ പറയുന്നു ഐ ആം അഫ്രൈഡ് ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ്. സോ ഇഫ് ദിസ് സൗണ്ട്സ് സിമിലർ, ഡോണ്ട് വറി. ദി സൊല്യൂഷൻ ഈസ് വെരി സിമ്പിൾ. പ്രാക്ടീസ് സ്പീക്കിംഗ് എവറി ഡേ. The more you speak, the more you confident become. The more you confident. Right. So today's lesson will help you speak naturally and confidently. അപ്പോൾ പ്രാക്ടീസ് ആണ് ഇതിനുള്ള ഏക സൊല്യൂഷൻ. പ്രാക്ടീസ് മേക്ക് യു പെർഫെക്റ്റ്. സോ പ്ലീസ് റിപ്പീറ്റ് ആഫ്റ്റർ മീ. ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ആരെയും കൂട്ടുകാരെയൊക്കെ കാണുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു വാചകമാണ് ഹലോ ഗുഡ് മോർണിംഗ്. ഹലോ ഗുഡ് മോർണിംഗ് ഡിയർ. നീ ഇന്ന് നേരത്തെ വന്നോ? നീ ഇന്ന് നേരത്തെ വന്നോ? ഇങ്ങനെ പറയാം, ചോദിക്കാം. ഡിഡ് യു കം ഏർലി ടുഡേ? ഡിഡ് യു കം ഏർലി ടുഡേ? ആ വന്നടാ, ഇന്ന് ഞാൻ നേരത്തെ വന്നു. ഇന്ന് എൻ്റെ പപ്പ എന്നെ ഇവിടെ സ്കൂളിൽ കൊണ്ടുവിട്ടു. യെസ്, മൈ ഫാദർ ഡ്രോപ്പ് മീ അറ്റ് സ്കൂൾ ടുഡേ. Yes, my father dropped me at school today. നിന്റെ പപ്പയ്ക്ക് എന്നാടാ ജോലി? വാട്ട് ഡസ് യുവർ ഫാദർ ഡു? വാട്ട് ഡസ് യുവർ ഫാദർ ഡു? അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ കൃഷിപ്പണിയാണെന്ന് പറയാം, അല്ലെങ്കിൽ പപ്പയ്ക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ജോലികളാണെന്ന് പറയാം. പപ്പയ്ക്ക് കൃഷിപ്പണിയാണെന്നെങ്ങനെ പറയാം? മൈ ഫാദർ ഈസ് എ ഫാർമർ. മൈ ഫാദർ ഈസ് എ ഫാർമർ. ഇനി പപ്പ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. മൈ ഫാദർ വർക്ക്സ് ഇൻ എ ബാങ്ക്. Or my father is a mechanic. My father is a driver. My father is a government employee. My father is a doctor. My father is an engineer. അപ്പോൾ എന്താണോ പപ്പയുടെ ജോലി അത് നമുക്ക് പറയാം. എടാ, ക്ലാസ്സിൽ ആരെങ്കിലും ഉണ്ടോടാ? നേരത്തെ വന്നു. അപ്പം നേരത്തെ വന്ന ആളോട് ചോദിക്കുവാണ്, ക്ലാസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ഇസ് എനിവൺ ഇൻ ദിസ് ക്ലാസ് റൂം? ഇസ് എനിവൺ ഇൻ ദ ക്ലാസ് റൂം? Is anyone in the classroom? ഇപ്പോൾ രണ്ട് ആൻസറാണ് പറയാൻ സാധ്യത. ഇല്ലടാ, ആരും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ എങ്ങനെ പറയാം? നോ, നോ വൺ ഹാസ് കം ഇറ്റ്. നോ, നോ വൺ ഹാസ് കം ഇറ്റ്. അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു പോസിബിൾ ആൻസർ എന്നുള്ളത് എങ്ങനെ പറയാം? ഒന്ന് രണ്ട് പേര് വന്നിട്ടുണ്ടാ, ഒന്ന് രണ്ട് പേര് വന്നിട്ടുണ്ട്. വൺ ഓർ ടു സ്റ്റുഡൻസ് ആർ ദെയർ. വൺ ഓർ ടു സ്റ്റുഡൻസ് ആർ ദെയർ. ഇസ് എനിവൺ ഇൻ ദി ക്ലാസ് റൂം? Yes, one or two students are there. പിള്ളേർ വന്നിട്ട് പക്ഷെ ആരെയും പുറത്ത് കാണുന്നില്ലോ, കൂട്ടുകാരെ ആരെയും പുറത്ത് കാണുന്നില്ലല്ലോ. അതിൻ്റെ കാര്യം ഐ ക്യാൻ സീ എനി വൺ ഔട്ട്സൈഡ്. ഐ ക്യാൻ സീ എനി വൺ ഔട്ട്സൈഡ്. അത് വേറൊന്നും കൊണ്ടുമല്ല, എല്ലാവരും പരീക്ഷയ്ക്ക് പഠിക്കുക. പരീക്ഷയ്ക്ക് പഠിക്കുവാണ്. എവരി വൺ ഈസ് സ്റ്റഡിങ് ഫോർ ദി എക്സാം. അല്ലെങ്കിൽ എവരി വൺ ഈസ് പ്രിപ്പയറിങ് ഫോർ ദി എക്സാം. ഇന്ന് പരീക്ഷയുണ്ടോ? ഇന്ന് പരീക്ഷയുണ്ടോ? ഈസ് ദെയർ ആൻ എക്സാം ടുഡേ? ഈസ് ദെയർ ആൻ എക്സാം ടുഡേ? ഉണ്ടടാ, ഇന്ന് കണക്കിൻ്റെ പരീക്ഷയുണ്ട്. ഇന്ന് കണക്കിൻ്റെ പരീക്ഷയുണ്ട്. ദർ ഈസ് മാത്സ് എക്സാം ടുഡേ. ദർ ഈസ് മാത്സ് എക്സാം ടുഡേ. അല്ലെ പറയുന്ന രണ്ട് പരീക്ഷകളുണ്ട്. ദർ ആർ മാത്സ് ആൻഡ് ഇംഗ്ലീഷ് എക്സാംസ് ടുഡേ. ദർ ആർ മാത്സ് ആൻഡ് ഇംഗ്ലീഷ് എക്സാംസ് ടുഡേ. നീ പരീക്ഷയ്ക്ക് പഠിച്ചോ? നീ പരീക്ഷയ്ക്ക് പഠിച്ചോ? Did you study for the exam?
ഡിഡ് യു സ്റ്റഡി ഫോർ ദി എക്സാം? അപ്പോൾ അതിന് 2-3 മറുപടികൾ വ്യത്യസ്തങ്ങളായിട്ടുണ്ടാവും. ഒന്ന്, ഞാൻ അത്യാവശ്യം പഠിച്ചടാ, ഞാൻ അത്യാവശ്യം പഠിച്ചു. ഐ സ്റ്റഡീഡ് സംഹൗ. ഐ സ്റ്റഡീഡ് സംഹൗ. ഞാൻ കുറച്ച് പഠിച്ചു, ഞാൻ കുറച്ച് പഠിച്ചു. ഐ സ്റ്റഡീഡ് എ ലിറ്റിൽ. ഐ സ്റ്റഡീഡ് എ ലിറ്റിൽ. ഐ സ്റ്റഡീഡ് എ ലിറ്റിൽ. ഞാൻ ഒന്നും പഠിച്ചില്ലടാ, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ഐ ഡിഡ് നോട്ട് സ്റ്റഡി എനിത്തിങ്. ഐ ഡിഡിൻ സ്റ്റഡി എനിത്തിങ്. അതെന്താ നീ പഠിക്കാഞ്ഞേ? അതെന്താ നീ പഠിക്കാതെ വന്നേ? വൈ ഡിഡിൻ യു സ്റ്റഡി? വൈ ഡിഡിൻ യു സ്റ്റഡി? ഓ, ഞാൻ മറന്നുപോയി, ഞാൻ മറന്നുപോയി. ഐ ഫോർഗട്ട്. ഐ ഫോർഗട്ട്. എനിക്ക് ഇന്നലെ ഭയങ്കര തലവേദനയായിരുന്നു, അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. ഐ ഹാഡ് എ സിവിയർ ഹെഡേക്ക് യെസ്റ്റർഡേ. ഐ ഹാഡ് എ സിവിയർ ഹെഡേക്ക് യെസ്റ്റർഡേ. എന്നിട്ട് നിന്റെ തലവേദന കുറഞ്ഞോ? ഡിഡ് യുവർ ഹെഡേക്ക് ഗെറ്റ് ബെറ്റർ? ഡിഡ് യുവർ ഹെഡേക്ക് ഗെറ്റ് ബെറ്റർ? ആ, കുറഞ്ഞടാ, അമ്മ ഇന്നലെ കുറച്ച് മരുന്ന് തന്നു. യെസ്, ഇറ്റ് ഗോട്ട് ബെറ്റർ. മൈ മദർ ഗേവ് മീ സം മെഡിസിൻസ് യെസ്റ്റർഡേ. യെസ്, ഇറ്റ് ഗോട്ട് ബെറ്റർ. മൈ മദർ ഗേവ് മീ സം മെഡിസിൻ യെസ്റ്റർഡേ. എടാ, നീ ഹോംവർക്ക് ചെയ്തോ? നീ ഹോംവർക്ക് ചെയ്തോ? ഡിഡ് യു ഡു ദി ഹോംവർക്ക്? ഡിഡ് യു ഡു ദി ഹോംവർക്ക്? അപ്പോഴും ആൻസർ ഞാൻ ചെയ്തോ, ഞാൻ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ചെയ്തില്ല, മറന്നുപോയി, ഇതൊക്കെ ആയിരിക്കും അല്ലേ? അപ്പം ഞാൻ ചെയ്തു എന്ന് എങ്ങനെയാണ് പറയണത്? യെസ്, ഐ ഡിഡ്. ഡിഡ് യു ഡു ദി ഹോംവർക്ക്? അപ്പോൾ യെസ് ഐ ഡിഡ് അങ്ങനെ പറഞ്ഞാൽ മതി. ഇനി ബാക്കി നമ്മൾ ഐ ഡിഡ് മൈ ഹോംവർക്ക് എന്നൊന്നും പറയേണ്ടതൊന്നുമില്ല. യെസ് ഐ ഡിഡ്. ഇനി തിരിച്ചു ചോദിക്കണം അല്ലേ, നീ ചെയ്തോ? ഡിഡ് യു ഡു ഇറ്റ്? ഡിഡ് യു ഡു ഇറ്റ്? ഇല്ലടാ, ഞാൻ മറന്നുപോയി. നോ, ഐ ഫോർഗോട്ട്. നോ, ഐ ഫോർഗട്ട്. ആ, ഇന്ന് ടീച്ചർ ഹോംവർക്ക് നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ടീച്ചർ ഇന്ന് ഹോംവർക്ക് നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദ ടീച്ചർ സെഡ് ഷീ വുഡ് ചെക്ക് ദ ഹോംവർക്ക് ടുഡേ. ദ ടീച്ചർ സെഡ് ഷീ വുഡ് ചെക്ക് ദ ഹോംവർക്ക് ടുഡേ. എടാ, നീ ആ ഉത്തരം ഒന്ന് എന്നെ കാണിച്ചു തരാമോടാ? എടാ, എങ്ങനെയാണെങ്കിൽ നീ ആ ഉത്തരങ്ങളൊക്കെ എന്നെ ഒന്ന് കാണിച്ചു തരാമോ? ക്യാൻ യു ഷോ മീ ദോസ് ആൻസേഴ്സ്? ക്യാൻ യു ഷോ മീ ദോസ് ആൻസേഴ്സ്? ആ, നീ വാടാ, ഞാൻ ബുക്ക് തരാം, ബുക്ക് കാണിച്ചു തരാം. കം ഹിയർ, കം വിത്ത് മീ, ഐ വിൽ ഗീവ് യു ദ ബുക്ക്. ഐ വിൽ ഗീവ് യു ദ ബുക്ക്. അമൽ ഇന്ന് വന്നില്ലടാ, അമൽ വന്നില്ലടാ. ഡിഡിൻ അമൽ കം? ഡിഡിൻ അമൽ കം? ഇല്ലടാ, അവൻ്റെ വണ്ടി വരുമ്പോൾ 9:30 ആവും. സാധാരണ അവൻ്റെ വണ്ടി വരുമ്പോൾ 9:30 ആവും. നോ, ഹിസ് ബസ് യൂഷ്വലി കംസ് അറ്റ് 9:30. നോ, ഹിസ് ബസ് യൂഷ്വലി കംസ് അറ്റ് 9:30. അല്ലെങ്കിൽ മറ്റൊരു, അമൽ ഇന്ന് വന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ലടാ, ഇന്ന് അവൻ വരത്തില്ല. എങ്ങനെ പറയണ്ടേ? നോ, ഹി വിൽ നോട്ട് കം ടുഡേ. അല്ലെങ്കിൽ എങ്ങനെ പറയണം? ഹി വോണ്ട് കം ടുഡേ. നോ, ഹി വോണ്ട് കം ടുഡേ. എടാ, കണക്ക് ടീച്ചർ ഇന്ന് വന്നിട്ടുണ്ടോ? ഹാസ് ദി മാത്സ് ടീച്ചർ കം ടുഡേ? ഹാസ് ദി മാത്സ് ടീച്ചർ കം ടുഡേ? ആ, വന്നിട്ടുണ്ടാ, ഞാൻ ഇന്ന് രാവിലെ കണ്ടായിരുന്നു. വന്നിട്ടുണ്ട്, ഞാൻ രാവിലെ കണ്ടായിരുന്നു. യെസ്, ഷീ ഹാസ് കം. ഐ സോ ഹെർ ഇൻ ദി മോർണിംഗ്. യെസ്, ഷീ ഹാസ് കം. ഐ സോ ഹെർ ഇൻ ദി മോർണിംഗ്. എടാ, നീ ഐ ഡി കാർഡ് കൊണ്ടുവന്നു? നീ ഐ ഡി കാർഡ് കൊണ്ടുവന്നു? ഡിഡ് യു ബ്രിങ് യുവർ ഐ ഡി കാർഡ്? ഡിഡ് യു ബ്രിങ് യുവർ ഐ ഡി കാർഡ്? ഇല്ലടാ, ഞാൻ അത് എടുക്കാൻ മറന്നുപോയി. നോ, ഐ ഫോർഗട്ട് ടു ടേക്ക് ഇറ്റ്. നോ, ഐ ഫോർഗട്ട് ടു ടേക്ക് ഇറ്റ്. നീ എടുത്തോ? ഡിഡ് യു ബ്രിങ് യുവേഴ്സ്? ഡിഡ് യു ബ്രിങ് യുവേഴ്സ്? എടുത്തതാ? യെസ്, ഐ ബ്രോട്ട് ഇറ്റ്. യെസ്, ഐ ബ്രോട്ട് ഇറ്റ്. എൻ്റെ ഐ ഡി കാർഡ് കാണാതെ പോയടാ. എൻ്റെ ഐ ഡി കാർഡ് കാണാതെ പോയടാ. മൈ ഐ ഡി കാർഡ് ഈസ് മിസ്സിങ്. മൈ ഐ ഡി കാർഡ് ഈസ് മിസ്സിങ്. ഞാൻ എൻ്റെ ക്ലാസ് ടീച്ചറിനോട് അതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. ഐ ടോൾഡ് ദ ക്ലാസ് ടീച്ചർ അബൌട്ട് ഇറ്റ്. മൈ ഐ ഡി കാർഡ് ഈസ് മിസ്സിങ്. ഐ ടോൾഡ് ദ ക്ലാസ് ടീച്ചർ അബൌട്ട് ഇറ്റ്. എടാ, ബെല്ലടിക്കാറായി. എടാ, ബെല്ലടിക്കാറായി. ഹേയ്, ദ ബെൽ ഈസ് അബൌട്ട് ടു റിങ്. ദ ബെൽ ഈസ് അബൌട്ട് ടു റിങ്. ആ, എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? ഷാൽ വി ഗോ ടു ദി ക്ലാസ് റൂം? ഷാൽ വി go to the classroom then?
അപ്പോൾ then ചേർത്തില്ലേലും ഷാൽ വി ഗോ ടു ദ ക്ലാസ് റൂം? ഡാ ദേ അരുൺ വരുന്നു, അവനെയും കൂട്ടാം, അവനെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാം നമുക്ക്. ഹേ ലുക്ക്, അരുൺ ഈസ് കമ്മിങ്, ലെറ്റ്സ് ടേക്ക് ഹിം അലോങ് ടു. ഹേയ് ലുക്ക്, അരുൺ ഈസ് കമ്മിങ്, സോ ലെറ്റ്സ് ടേക്ക് ഹിം വിത്ത് അസ്. അരുണേ വേഗം വാടാ, ഇപ്പോൾ ബെല്ലടിക്കും. അരുൺ കം ഫാസ്റ്റ്, കം ക്വിക്ലി, ദ ബെൽ വിൽ റിംഗ് നൗ, ദ ബെൽ വിൽ റിംഗ് നൗ. എടാ നിൽക്കടാ, ഞാനും വരുന്നു, നിൽക്കടാ ഞാനും വരുന്നു. ഹേ വെയിറ്റ്, ഐ ആം കമ്മിങ് ടു. ഹേ വെയിറ്റ്, ഐ ആം കമ്മിങ് ടു. എടാ ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാവേ, ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാം. ഹേയ് ലെറ്റ് മീ ഗോ ടു ദ ടോയ്ലറ്റ് ആൻഡ് കം ബാക്ക്, ലെറ്റ് മീ ഗോ ടു ദ ടോയ്ലറ്റ് ആൻഡ് കം ബാക്ക്. എടാ എന്നാൽ നമുക്കും പോയാലോ? അവൻ ടോയ്ലറ്റിൽ പോലെ നമുക്കും പോയാലോ? then shall we also go, shall we also go. എടാ നിൽക്ക്, ഞങ്ങളും വരുന്നുണ്ട്. ഹേയ് വെയിറ്റ്, വി ആർ കമ്മിങ് ടു, വി ആർ കമ്മിങ് ടു. എടാ സുമേഷേ, നീ ഇന്ന് പരീക്ഷയ്ക്ക് പഠിച്ചായിരുന്നോ? സുമേഷ്, ഹേയ് സുമേഷ്, ഡിഡ് യു സ്റ്റഡി ഫോർ ദി എക്സാം, ഡിഡ് യു സ്റ്റഡി ഫോർ ദി എക്സാം? ഇല്ലടാ അരുണേ, നീ പഠിച്ചോ? നോ അരുൺ. ഡിഡ് യു സ്റ്റഡി, ഡിഡ് യു സ്റ്റഡി? ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിടാ, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി. ഐ ജസ്റ്റ് ലുക്ക് ത്രൂ ഇറ്റ്, ഐ ജസ്റ്റ് ലുക്ക് ത്രൂ ഇറ്റ്. എടാ വേഗം വാടാ, ബെല്ലടിച്ചു, വേഗം വാടാ, ബെല്ലടിച്ചു. കം ക്വിക്ലി, ദ ബെൽ ഹാസ് റൺ, കം ക്വിക്ലി, ദ ബെൽ ഹാസ് റൺ. ഇന്ന് അസംബ്ലി ഉണ്ടോടാ, ഇന്ന് അസംബ്ലി ഉണ്ടോടാ? ഇസ് ദർ ആൻ അസംബ്ലി ടുഡേ, ഇസ് ദർ ആൻ അസംബ്ലി ടുഡേ? ഉണ്ടടാ, വേഗം വാ, ഇപ്പോൾ ടീച്ചർ വരും. യെസ്, കം ക്വിക്ലി ഓർ കം ഫാസ്റ്റ്, ദ ടീച്ചർ വിൽ അറൈവ് നൗ, ദ ടീച്ചർ വിൽ അറൈവ് നൗ, ദ ടീച്ചർ വിൽ അറൈവ് നൗ. എടാ ടീച്ചർ ക്ലാസ്സിൽ വന്നോ? ഏയ് ഹാസ് ദ ടീച്ചർ കം ടു ദ ക്ലാസ് റൂം, ഹാസ് ദ ടീച്ചർ കം ടു ദ ക്ലാസ് റൂം? അയ്യോ എന്നാൽ വഴക്ക് കിട്ടും. ഓ നോ, then we will get scolded, then we will get scolded. ടീച്ചറെ ഞങ്ങൾ അകത്തേക്ക് വന്നോട്ടെ? ടീച്ചർ മേ വി കം ഇൻ, ടീച്ചർ മേ വി കം ഇൻ. അപ്പോൾ ടീച്ചർ അകത്തേക്ക് കയറിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ താങ്ക് യു ടീച്ചർ, താങ്ക് യു ടീച്ചർ. ടീച്ചറെ അസംബ്ലിക്ക് പൊയ്ക്കോട്ടെ, ടീച്ചറെ അസംബ്ലിക്ക് പൊയ്ക്കോട്ടെ? ടീച്ചർ മേ വി ഗോ ഫോർ ദി അസംബ്ലി, ടീച്ചർ മേ വി ഗോ ഫോർ ദി അസംബ്ലി. അപ്പോൾ പൊക്കോളാൻ പറഞ്ഞു. ഓക്കെ ടീച്ചർ. ടീച്ചറെ അമൽ ഇന്ന് വരത്തില്ല, അമൽ പനിയാണ്. ടീച്ചർ അമൽ വിൽ നോട്ട് കം ടുഡേ, ഹി ഹാസ് എ ഫീവർ. ടീച്ചർ അമൽ വോണ്ട് കം ടുഡേ, ഹി ഹാസ് എ ഫീവർ. അപ്പോൾ ചോദിക്കും ആരാണ് പറഞ്ഞത്, വരത്തില്ലെന്ന് ആരാണ് പറഞ്ഞത്? അവൻ്റെ ചേട്ടൻ പറഞ്ഞായിരുന്നു ടീച്ചറെ. ഹിസ് എൽഡർ ബ്രദർ ടോൾഡ് മീ, ഹിസ് എൽഡർ ബ്രദർ ടോൾഡ് മീ. ഈ ക്ലാസ്സിലിരുന്ന് കുരുത്തക്കേട് കാണിക്കുമ്പോൾ അല്ലേ ഒരാൾ പറയും, ഒരാളെക്കുറിച്ച് പരാതി പറയും. ടീച്ചറെ ഇവൻ വഴക്കുണ്ടാക്കുവാണ്, ടീച്ചറെ ഇവൻ വഴക്കുണ്ടാക്കുവാണ്. ടീച്ചർ ഹീ ഈസ് ക്രിയേറ്റിംഗ് ട്രബിൾ, ഹീ ഈസ് ക്രിയേറ്റിംഗ് ട്രബിൾ. ടീച്ചറെ ഇവൻ നേരെ ഇരിക്കുന്നില്ല, ടീച്ചറെ ഇവൻ നേരെ ഇരിക്കുന്നില്ല. ടീച്ചർ ഹീ ഈസ് നോട്ട് സിറ്റിംഗ് പ്രോപ്പർലി, ടീച്ചർ ഹീ ഈസ് നോട്ട് സിറ്റിംഗ് പ്രോപ്പർലി. ടീച്ചറെ ഇന്ന് ടോണിയുടെ ജന്മദിനമാണ്, പിറന്നാളാണ്. ടീച്ചർ ടുഡേ ഈസ് ടോണീസ് ബർത്ത്ഡേ, ടീച്ചർ ടുഡേ ഈസ് ടോണീസ് ബർത്ത്ഡേ. ഈ ചില പഠിപ്പിസ്റ്റുകളൊക്കെ രാവിലെ വരുമ്പോൾ ടീച്ചർ ടീച്ചറെ ഹോംവർക്ക്, ടീച്ചറെ ഹോംവർക്ക് അതിൻ്റെ കാര്യം ചോദിക്കുന്നില്ലേ എന്നുള്ള അർത്ഥത്തിൽ. ടീച്ചർ വാട്ട് അബൌട്ട് ദി ഹോംവർക്ക്, ടീച്ചർ വാട്ട് അബൌട്ട് ദി ഹോംവർക്ക്. ടീച്ചറെ ഹോംവർക്ക് ചെയ്തായിരുന്നു. ടീച്ചർ ഐ ഹാഡ് ഡൺ ദി ഹോംവർക്ക്, ടീച്ചർ ഐ ഹാഡ് ഡൺ ദി ഹോംവർക്ക്. ടീച്ചറെ ഇപ്പോൾ കൊണ്ടുവരട്ടെ, ഹോംവർക്ക് ചെയ്തത് കൊണ്ടുവരട്ടെ? ടീച്ചർ ഷാൽ ഐ ബ്രിങ് ഇറ്റ് നൗ, ടീച്ചർ ഷാൽ ഐ ബ്രിങ് ഇറ്റ് നൗ. ടീച്ചറെ ഫീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ടീച്ചർ ഐ ഹാവ് ബ്രോട്ട് ദി ഫീസ്, ടീച്ചർ ഐ ഹാവ് ബ്രോട്ട് ദി ഫീസ്.
ടീച്ചറെ പി ടി ഫണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ടീച്ചർ ഐ ഹാവ് ബ്രോട്ട് ദി പി ടി ഫണ്ട്. ടീച്ചർ ഐ ഹാവ് ബ്രോട്ട് ദി പി ടി ഫണ്ട്. ടീച്ചറെ പുതിയ ലീഡറെ എടുക്കാവോ? ടീച്ചറെ പുതിയ ലീഡറിനെ തിരഞ്ഞെടുക്കാവോ? ടീച്ചർ ക്യാൻ വി ഇലക്ട് എ ന്യൂ ലീഡർ? ടീച്ചർ ക്യാൻ വി ഇലക്ട് എ ന്യൂ ലീഡർ? ടീച്ചറെ രാവിലെ അതുലും പ്രവീണും തല്ലുകൂടി. ടീച്ചർ അതുൽ ആൻഡ് പ്രവീൺ ഫോർ ദിസ് മോർണിംഗ്. ടീച്ചർ അതുൽ ആൻഡ് പ്രവീൺ ഫോർ ദിസ് മോർണിംഗ്. ടീച്ചറെ ഇവൻ എന്നെ തെറി വിളിച്ചു, അല്ലെങ്കിൽ എന്നോട് മോശം വാക്ക് സംസാരിച്ചു. ടീച്ചർ ഹി യൂസ്ഡ് അബ്യൂസീവ് വേർഡ്സ് അഗെയിൻസ്റ്റ് മീ. ടീച്ചർ ഹി യൂസ്ഡ് അബ്യൂസീവ് വേർഡ്സ് അഗെയിൻസ്റ്റ് മീ. ടീച്ചറെ ഇന്ന് അവൻ എൻ്റെ അച്ഛനെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചു. ടീച്ചർ ഹി സ്പോക്ക് ബാഡ്ലി അബൌട്ട് മൈ ഫാദർ. ഹി സ്പോക്ക് ബാഡ്ലി അബൌട്ട് മൈ ഫാദർ. ടീച്ചർ ഹി ഇൻസൾട്ട് മൈ ഫാദർ. അപ്പോൾ രണ്ടുപേര് തമ്മിൽ തല്ലുകൂടി. അപ്പോൾ ഒരാൾ പറയുന്നു, ടീച്ചറെ ഇവൻ എന്നെ തെറി വിളിച്ചു. ടീച്ചർ ഹി യൂസ്ഡ് അബ്യൂസ് വേർഡ്സ് അഗെയിൻസ്റ്റ് മീ. അപ്പോൾ അടുത്തയാൾ പറയുന്നു, ടീച്ചർ ഇവൻ എൻ്റെ പപ്പയെക്കുറിച്ച് മോശം പറഞ്ഞു. ടീച്ചർ ഹി സ്പോക്ക് ബാഡ്ലി അബൌട്ട് മൈ ഫാദർ. ടീച്ചർ ഹി ഇൻസൾട്ട് മൈ ഫാദർ. ഇപ്പോൾ ടീച്ചറെ തല്ലല്ല, ഇനി ഞാൻ അവനെ അങ്ങനെ വിളിക്കില്ല. ടീച്ചർ പ്ലീസ് ഡോണ്ട് പനിഷ് മീ. പ്ലീസ് ഡോണ്ട് പനിഷ് മീ. ഐ വോണ്ട് കോൾ ഹിം ലൈക്ക് ദാറ്റ് അഗെയിൻ. I won't call him like that again. I won't repeat it again. ടീച്ചറെ ഇനി ഞങ്ങൾ തല്ലുകൂടത്തില്ല. ടീച്ചർ we will not fight again. Teacher we will not fight again. Excellent job, dear friends. Today you learned basics classroom sentences in English. Remember, fluent speakers are not born, they are made through daily practice. ഫ്ലുവൻസി എന്നുള്ളത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകേണ്ട കാര്യമല്ല. അപ്പോൾ ജനിക്കുമ്പോഴേ കിട്ടുന്ന കാര്യമല്ല. അപ്പോൾ അതെങ്ങനെയാണ് ഫ്ലുവൻസി ഉണ്ടാവുക? ദേ ആർ മെയ്ഡ് ത്രൂ ഡെയിലി പ്രാക്ടീസ്. ഇപ്പോൾ ഡെയിലി പ്രാക്ടീസാണ് നമ്മളെ അതിന് സഹായിക്കുക. 1 sentence today, then 10 sentences tomorrow, and then one day you will speak English confidently and naturally. So keep learning, keep speaking, keep growing. I believe in you. ഇപ്പം നിങ്ങളിലൊക്കെ എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവർക്കും നന്നായിട്ട് ഇംഗ്ലീഷ് പറയാൻ നിങ്ങൾക്ക് സാധിക്കും. See you in day 20 of our 31-day English fluency course. Until then, stay confident, stay positive, and keep speaking in English. Thank you for watching. Have a wonderful day.